ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈൻഡ് ഹെന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹെന്ന സീലൻ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മെയിനായിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളെ കിച്ചണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ സീലൻ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യാൻ വിട്ടുപോകരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നത്, നമുക്ക് ഷുഗർ വേണം, പിന്നെ കുറച്ച് ക്ലോവ്സ് വേണം, ഒരു ചെറിയൊരു ബൗൾ വേണം, പിന്നെ ഒരു ചെറിയ പാത്രം വേണം, അതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലൈം ജ്യൂസ് വേണം, പിന്നെ മെഷർ ചെയ്യാൻ 2 ചെറിയൊരു ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സ്ട്രെയിനറും പിന്നെ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് എത്ര മെഷർമെൻറ്റ് എടുക്കുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ കാണിച്ചിരുന്നത് 2 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇത് 30 ml ബോട്ടിലും അതുപോലെ ഇത് 100 ml ബോട്ടിലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ബോട്ടിൽസ് ഇല്ലെങ്കിൽ ഞാനത് സ്പൂണിലായിട്ടും മെഷർമെൻറ്റ് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുള്ളത് 30 ml എടുത്തിട്ടുള്ളത് ലെമൺ ജ്യൂസ് മെഷർ ചെയ്യാനാണ്. 100 ml എടുത്തിട്ടുള്ളത് വെള്ളം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ 30 ml ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ സ്ട്രെയിൻ ചെയ്ത് വെച്ച ജ്യൂസാണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിത് എത്ര ടേബിൾ സ്പൂൺ വരും എന്നുള്ളത് പറഞ്ഞുതരാം. നോക്കിക്കോ, ഒരു ടേബിൾ സ്പൂൺ, 2, 3, 4, 5. നമുക്ക് എന്ത് മനസ്സിലായി? 5 ടേബിൾ സ്പൂണാണ് 30 ml ബോട്ടിൽ ഉള്ളത്. അപ്പം ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട, ഇതുപോലെ ടേബിൾ സ്പൂൺ വെച്ചിട്ടും നമുക്ക് മെഷർ ചെയ്യാം. 30 ml ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിച്ചതിന് ഇനി നമ്മൾ 100 ml വാട്ടറാണ് ഇടുന്നത്. 100 ml വാട്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ബോട്ടിൽ ഇല്ലാത്തവർക്കായിട്ട് ഞാൻ ടേബിൾ സ്പൂണിൻ്റെ കറക്റ്റ് എമൗണ്ട് എത്ര ടേബിൾ സ്പൂണിൽ വരുന്നുണ്ട് എന്നുള്ളതും കാണിച്ചു തരാം. നോക്കിക്കോ, നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പെന്നെടുത്തിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ ഇത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെയുള്ള മെഷർമെൻറ്റ്സ് എല്ലാവരുടെ അടുത്തും ഇതുപോലെ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ നമുക്ക് ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, 11 ടേബിൾ സ്പൂണാണ് നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പം എത്ര ടേബിൾ സ്പൂണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മണ്ട? ലെമൺ ജ്യൂസ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളവും ലെമൺ ജ്യൂസും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ എത്രയാണെന്നുള്ളത് ഞാൻ ടേബിൾ സ്പൂണിൽ തന്നെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ 3 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസോൾവ് ആകൂല. നമ്മളിതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ബോയിൽ ചെയ്യൂല, പക്ഷെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ ഷുഗർ ഒന്ന് മെൽറ്റാകുന്ന വരെ ചൂടാക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്ലോവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോവ്സ് എന്ന് പറയുമ്പോൾ ഒരു 15 ക്ലോവ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഗ്യാസ് സ്റ്റവിലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കിലായാലും ഇതുപോലൊരു പാത്രം എടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ലിക്വിഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് പാത്രത്തിലേക്ക് വയ്ക്കുക. ഷുഗർ കംപ്ലീറ്റ് ഇതിൽ ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് ഓണാക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈ ഷുഗർ മെൽറ്റായ മാത്രം മതി, അധികം ബോയിൽ ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷുഗർ മെൽറ്റാകുന്ന വരെ വെക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഈ ഒരു ക്ലോവ്സ് നമുക്ക് ഇതുപോലെ മുഴുവനായിട്ടും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടും ഇടാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ബോയിലായി തുടങ്ങുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഓഫാക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം ഇത് നല്ലോണം ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ നമുക്ക് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്പ്രേ ബോട്ടിൽസ് വേണം. സ്പ്രേ ബോട്ടിൽസ് ഇതുപോലെ റെഡിയാക്കി വെക്കാം. നമ്മൾ ലിക്വിഡ് നല്ലോണം ചൂട് ആറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം ബോട്ടിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ സെയിം ബൗൾ തന്നെ എടുക്കുന്നുണ്ട്. ഇതുപോലൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അരിച്ചെടുക്കാം. ഇത് ടോട്ടൽ എത്ര ബോട്ടിൽസ് കിട്ടും എന്നുള്ളത് നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഞാനിവിടെ 12 ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് നോക്കാം എത്ര ബോട്ടിൽസ് കിട്ടും എന്നുള്ളത്. നമുക്ക് 5 ബോട്ടിൽസാണ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് 5 ബോട്ടിൽസ് 30 ml 5 ബോട്ടിൽസ് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ഒരു ബോട്ടിലിന് ഇതുപോലെ ഒരു സ്പ്രെയർ ഉണ്ടാകും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഹന്തിൻ്റെ മേലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനൊരു ടോപ്പും കൂടി വരുന്നുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സീലൻ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സീലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്രൈഡിനെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ മെഹന്തി പൗഡർ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീലൻറ്റിൻ്റെ യൂസ് അന്നേരം മനസ്സിലാവാൻ, മെഹന്തി ഡ്രൈ ആവുമ്പം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, സ്കിന്നിൽ നിന്ന് ഇളകിപ്പോകുന്നത് അവോയ്ഡ് ആക്കാൻ പറ്റും. ഇതിന് നമ്മൾ മൈൻ ഹെന്നൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് നമ്മളിത് ഫ്രീസറിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 6 months വരെയെല്ലാം നല്ല ചീത്തയാവാണ്ട് തന്നെ നിൽക്കും. ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ച് കട്ടയായിക്കോട്ടെ, പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ദിവസം പുറത്തെടുത്താൽ മതി. പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മോശമാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചൂടിന് പ്രത്യേകിച്ചിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യണം. 6 മാസം വരെ എന്തായാലും ഇത് ഒന്നും ആവില്ല. നല്ല ഇതിൻ്റെ സെയിം ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കുക ഡയറക്റ്റ്. അതുപോലെ ബ്രൈഡിനെല്ലാണെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഫാമിലിയിലുള്ള ബ്രൈഡ്സ് എല്ലാം ആണെങ്കിൽ മൈൻ ഹെന്ന സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സീലൻ്റ് യൂസ് ചെയ്യാൻ പറയാം അവരുടെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ കുറേ നേരം നമ്മൾ സ്കിന്നിൽ തന്നെ മെഹന്തി നിൽക്കുമെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും
ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സൺഡേ 2 മണിക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ ബൈ.